നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. പാർസി രാജാവായ കോരേശിന്റെ 3-ാം ആണ്ടിൽ ബെൽശസ്സർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതും ആയിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ച് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സാധുഭോജനം ഭക്ഷിക്കുകയും മാംസവും വീഞ്ഞും ആസ്വദിക്കുകയും ചെയ്തില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദീ തീരത്തെ ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ ദർശനം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭയം അവർക്ക് പിടിച്ചു. അവര് ഓടി ഒളിച്ചു. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന് ഈ മഹാദർശനം കണ്ട് എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചുപോയി. എനിക്ക് ഒട്ടും ബലം ഇല്ലാതെയും ആയി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാനിപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. ഞാൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു. അപ്പോൾ മനുഷ്യരോട് സദൃശനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു. എന്റെ മുമ്പിൽ നിന്നവനോട്, യജമാനെ, ഈ ദർശന നിമിത്തം എനിക്ക് അതിവേദന പിടിപ്പെട്ട് ശക്തിയില്ലാതെ ആയിരിക്കുന്നു. അടിയന് യജമാനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് പെട്ടെന്ന് ശക്തിയില്ലാതെയായി, ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യ സാദൃശ്യമുള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ടു ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരും ഇല്ല. 10-ാം അധ്യായം പാർസി രാജാവായ കോരേശിന്റെ
3-ാം ആണ്ടിലാണ് എഴുതപ്പെട്ടത്. അതിനു മുൻപ് ബാബേൽ, മേദ്യ എന്നീ 2 രാജത്വങ്ങൾക്ക് ദാനിയേൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ആ 2 രാജത്വങ്ങളും ഇസ്രയേലിന് അനുകൂലമായിരുന്നില്ല. എന്നാൽ പാർസി രാജാവായ കോരേശ് ഇസ്രയേലിന് അനുകൂലമായിരുന്നു. കോരേശ് എന്നൊരു രാജാവ് ഇസ്രയേലിനെ രക്ഷിക്കും എന്ന് മുമ്പ് പ്രവചനമുണ്ടായിരുന്നു. അക്കാലത്ത് ഇസ്രയേലിന്റെ നന്മയ്ക്കായി ദാനിയേൽ 3 ആഴ്ച സാധുഭോജനം കഴിക്കാതെ ദുഃഖിച്ച് പ്രാർത്ഥനാനിരതനായിരുന്നു. 1-ാം മാസം 27-ാം തീയതി ദാനിയേലും കൂട്ടരും ബാബേലിലെ ഹിദ്ദേക്കൽ നദീതീരത്ത് ഇരിക്കുമ്പോൾ ശണവസ്ത്രം ധരിച്ച ഒരു പുരുഷന് ദർശനമുണ്ടായി. ആ പുരുഷന്റെ ദേഹം ഗോമേതകം പോലെ, മുഖം മിന്നൽ പോലെ, കണ്ണ് തീപ്പന്തം പോലെ, ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രം പോലെയായിരുന്നു. വാക്കുകളുടെ ശബ്ദം പുരുഷാരത്തിന്റെ ആരവം പോലെയായിരുന്നു. പക്ഷെ കൂടെയുള്ളവർ അത് കണ്ടില്ല. എന്നാൽ അവർക്കൊരു ഭ്രമം പിടിച്ചവർ ഓടി ഒളിച്ചു. എൻ്റെ ബലം പോയി, ദാനിയേലിന്റെ ബലം പോയി, നിലത്തു വീണു. ഒരു കൈ ദാനിയേലിനെ തൊട്ടെഴുന്നേൽപ്പിച്ചു. നിവർന്നു നിൽക്കാം, എന്നിട്ട് കേൾക്കാൻ പറഞ്ഞു. ഇതിന് സമാനമാണ് ദമസ്കോസിൽ വെച്ച് ശൗലിനുണ്ടായ ദർശനം. ശൗലിനോടും ദൈവം പറയുന്നത് നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്ക എന്നാണ്. ദൈവത്തിന്റെ ദർശനം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചുണ്ടായപ്പോൾ പൗലോസ് കൃത്യമായി ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്നുള്ള ശബ്ദം കേട്ടു. പക്ഷെ കൂടെ പോയവർ ഒരു വെളിച്ചം കണ്ടതല്ലാതെ അവര് ആ വിളിപ്പേര് അവര് കേട്ടില്ല. ദാനിയേൽ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ദൈവം ശ്രദ്ധിച്ചു. എന്നാൽ സാത്താന്റെ പാർസി രാജ്യത്തെ പ്രഭു ഈ 21 ദിവസവും എന്നെ തടയാൻ ശ്രമിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ മീഖായേൽ സഹായിക്കാൻ വന്നു. പിശാചിന് ഓരോ രാജ്യത്തും അവൻ്റെ ദാസന്മാരുണ്ട്, ദൂതന്മാരുണ്ട്. അതൊരു വലിയ നെറ്റ്വർക്കാണ്. ദുഷ്ടാത്മസേന എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ദൂതനായ മീഖായേൽ സഹായത്തിനായിട്ട് വന്നു. നമ്മൾ 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവദൂതന്മാരുടെ സംരക്ഷണം ഉള്ളവരാണ്. അതുകൊണ്ട് പിശാചിന് നമ്മളെ തോൽപ്പിക്കാനായിട്ട്, നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതിൽ ഉറയ്ക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാനിയേലിനോട് ദൈവം പറഞ്ഞത് ഈ ദർശനം ബഹുകാലത്തേക്കുള്ളതാണ് എന്നാണ്. ദാനിയേലിൻ്റെ നാവ് കുഴഞ്ഞു, ശക്തി നഷ്ടപ്പെട്ടു. എന്നാൽ മനുഷ്യ സാദൃശ്യത്തിലുള്ളവൻ നാവ് തൊട്ട് ബലപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കും. ഇനി യവന പ്രഭു വരും. നമുക്കറിയാം, നെബൂഖദ്നേസറിന്റെ ദർശനത്തിലൂടെ ലോക രാഷ്ട്രങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് അത് ആദ്യം തങ്കമായിരുന്നു, പിന്നീട് വെള്ളി, പിന്നീട് താമ്രം, പിന്നീട് ഇരുമ്പും കളിമണ്ണും. അപ്പോൾ ലോകത്തിലെ ഓരോ കാലഘട്ടത്തിലെ ഭരണം അത് ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നെബൂഖദ്നേസറിന് വെളിപ്പെടുത്തിയ കാര്യം. അതുതന്നെയാണ് ദാനിയേലിനോടും പറയുന്നത്. ചിലപ്പോൾ ദൈവമക്കൾക്ക് ചില ഭരണത്തിൽ നിന്ന് ചില രാജ്യങ്ങളിൽ പീഡ ഉണ്ടാകാൻ സാധ്യത. പീഡയുണ്ട്, അതൊരു സത്യമാണ്. ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്നൊരു പക്ഷേ അവർ ചിന്തിക്കുമായിരിക്കും. തീർച്ചയായിട്ടും ദൈവം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം ഈ കാര്യത്തിൽ അവരെ ശിക്ഷിക്കും. പക്ഷെ അതിനൊരു സമയമുണ്ട്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതി ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ദൈവം തൽക്ഷണം ശിക്ഷാവിധി നടത്തിയെന്നിരിക്കുകയില്ല. പക്ഷെ അതിനൊക്കെ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്തു തന്നെയായാലും ദൈവത്താൽ അല്ലാതെ യാതൊരു ഭരണവും യാതൊരു അധികാരവും ഈ ലോകത്തൊരു രാജ്യത്തുമില്ല എന്നുള്ളതാണ് സത്യം. ക്രൈസ്തവർ ദൈവമക്കൾ ചില രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ കഷ്ടങ്ങൾക്കെല്ലാം പ്രതിഫലമുണ്ട്. ആ കഷ്ടങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫലവത്തായി തീരും. തീർച്ചയായിട്ടും ദൈവം ശ്രദ്ധിക്കാതിരിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നുണ്ട്. മരിച്ചാലും നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്കാണ് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് ഈ പീഡകളിൽ ഉറച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നു. ദൈവം
നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് മുന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.